ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഗുണ്ടിൽപേട്ടൊന്നുമല്ല. മലയാളികൾക്ക് അത്തപ്പൂക്കളം ഒരുക്കാൻ നല്ല നാടൻ പൂക്കൾ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇങ്ങ് കൊയിലാണ്ടിയിലെ പുളിയഞ്ചേരിയിലെ കാർഷികശ്രീ എന്ന കർഷക കൂട്ടായ്മയാണ്. ഓണം മുന്നിൽ കണ്ട് ജൂൺ മാസം തന്നെ ആരംഭിച്ച പൂക്കൃഷി പൂത്തുലഞ്ഞതോടെ കൊയിലാണ്ടി കൃഷിശ്രീ കാർഷിക സംഘത്തിലെ അംഗങ്ങൾ ആഹ്ലാദത്തിലാണ്. മണ്ണും പരീക്ഷണവും പാകത്തിനായപ്പോൾ ആദ്യ പൂക്കൃഷിയും വിജയിച്ചു. നിലവിൽ ഓണത്തിനായി ചെണ്ടുമല്ലി വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. ഇത്തവണ ആദ്യമായിട്ടാണ് ഞങ്ങൾ പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷവും പല സ്ഥലത്തും ഇങ്ങനെ കൃഷി നടത്തി വിജയിച്ചു എന്നുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു പ്രചോദനവും അതുപോലെ തന്നെ കൊയിലാണ്ടി നഗരസഭയും കൊയിലാണ്ടി കൃഷിഭവനും നല്ല രീതിയിൽ സഹായിക്കുകയും അതിനാവശ്യമായ തൈകളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. നഗരസഭയിൽ CDS തലത്തിലും വാർഡിലെ ഇങ്ങനെ വ്യക്തികളും ഗ്രൂപ്പുകളും ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട തൈകളും വളങ്ങളാണ് കൃഷിഭവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ തന്നെ ഒരു 10ഓളം കേന്ദ്രങ്ങളിൽ ചെണ്ടുമല്ലി കൃഷി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷിയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് കൊയിലാണ്ടി പുളിയഞ്ചേരിയിലെ കൃഷിശ്രീ കാർഷിക സംഘത്തിലെ 9 അംഗങ്ങളെ മണ്ണിൽ പൊന്നു വിളയിക്കാൻ പ്രേരിപ്പിച്ചത്. അധ്യാപകരായ രാജഗോപാൽ, പ്രമോദ്, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ഷിജു VP, ഹരീഷ് എന്നീ 4 പേരാണ് കൃഷിയിലേക്ക് സജീവമായി ഇറങ്ങിയത്. ഔഷധ നെല്ലും പച്ചക്കറികളുമായി 8 വർഷമായി 7ാം വാർഡിലിവർ കൃഷിയിൽ വിജയഗാഥ കൊയ്യുകയാണ്. ഓണപ്പൂക്കളം ഒരുക്കാൻ ഇതര സംസ്ഥാനത്തു നിന്നും പൂക്കൾ വരുത്തുന്നത് മലയാളികളുടെ ഒരു പതിവാണ്. ഇത്തവണ കൊയിലാണ്ടിക്കാർ ആ പതിവ് മാറ്റാനുള്ള ഒരുക്കത്തിലാണ്. കൊയിലാണ്ടിയിലെ പുളിയഞ്ചേരിയിലാണ് ഈ ഒരു കാർഷിക കൂട്ടായ്മ നിലവിൽ പൂക്കൃഷി ഇറക്കിയിരിക്കുന്നത്. KP ഷജിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.